കണ്ണൂർ പയ്യന്നൂരിൽ CPIM പുറത്താക്കി വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശനത്തിന് പോലീസ് സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതി. വി കുഞ്ഞികൃഷ്ണന്റെ ഹർജിയിലാണ് ഉത്തരവ്. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, TI മധുസൂദനൻ തുടങ്ങിയവർക്ക് കോടതി നോട്ടീസ് അയച്ചു. ഫെബ്രുവരി 4 പുസ്തക പ്രകാശന ചടങ്ങ് അലങ്കോലപ്പെടുമെന്ന ആശങ്കയുണ്ട് എന്നായിരുന്നു വി കുഞ്ഞികൃഷ്ണന്റെ പ്രതികരണം. കേൾക്കാം. പയ്യന്നൂര് കോൺഗ്രസ് പ്രകടനം നടത്തിയപ്പോൾ ആ പ്രകടനത്തെ ആക്രമിച്ചു. BJP പ്രകടനം നടത്തിയപ്പോൾ ആ പ്രകടനത്തെയും ആക്രമിച്ചു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ പുസ്തക പ്രകാശന ചടങ്ങ് അലങ്കോലപ്പെടാതിരിക്കാനുള്ള ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടണം എന്ന രീതിയിൽ പലരും പറയുന്നുണ്ടായി. SP-ക്കൊരു അപേക്ഷ നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. പയ്യന്നൂർ MLA TI മധുസൂദനനെതിരെ ഗുരുതര വിമർശനമാണ് നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പുസ്തകത്തിലുള്ളത്. കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച് പയ്യന്നൂരിൽ വെള്ളൂരിന് സമീപം ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. വിപിൻ C. വിജയനൊപ്പം അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി. ആദ്യം അജീഷ് ജയകുമാറിലേക്ക്. അജീഷ്, ഇതിൽ അദ്ദേഹം നേരത്തെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പറഞ്ഞത് തനിക്ക് മറ്റ് പേടികളൊന്നുമില്ല, അതായത് ജീവന് ഭീഷണിയുണ്ട് എന്നൊക്കെ ഈ ഹർജിയിൽ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ ബാധിക്കുന്നതല്ല. എന്നാൽ ഈ ചടങ്ങ് അലങ്കോലപ്പെടരുത് എന്നുള്ളത് തനിക്ക് നിർബന്ധമുണ്ട് എന്നതാണ് താൻ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോലീസ് സംരക്ഷണത്തിലേക്കൊക്കെ പോകാൻ പറയുന്നതിന്റെ കാരണമെന്ന് പറയുകയാണ്. അപ്പോൾ കൂടുതലായി വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ അദ്ദേഹത്തിന് ആശങ്കയുള്ളത് ഏത് വിഷയത്തിലാണെന്നാണ് മനസ്സിലാക്കേണ്ടത്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഈ ആരോപണങ്ങൾ ഉന്നയിച്ച ദിവസം മുതൽ തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം, തനിക്ക് ജീവനിൽ പേടിയില്ല, അതുകൊണ്ട് പോലീസ് സുരക്ഷ ആവശ്യമില്ല. പക്ഷെ പോലീസ് അവിടെ പ്രതിഷേധ പ്രകടനമുണ്ടായ ആ ദിവസം മുതൽ പോലീസിന്റെ സുരക്ഷ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിലുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിന് മുന്നിൽ CPM പ്രവർത്തകർ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യം വിളിക്കുകയും പടക്കം പൊട്ടിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ പോലീസ് കാവലുള്ളത്. രാത്രിയും പകലുമൊക്കെ മുഴുവൻ സമയം പോലീസ് സുരക്ഷയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീടും പരിസരവും ഉള്ളത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള അദ്ദേഹത്തിന് അനുകൂലമായി പ്രകടനം നടത്തിയ ഒരാളുടെ ബൈക്ക് കൂടി കത്തിച്ചതോടെയാണ് പോലീസ് സുരക്ഷ ശക്തമാക്കിയത്. എന്തായാലും അദ്ദേഹം ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ അവിടെ പയ്യന്നൂർ ടൗണിൽ BJPയും കോൺഗ്രസും ഒക്കെ പ്രകടനം നടത്തിയിരുന്നു. കേസെടുത്ത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇരു പാർട്ടികളും, രാഷ്ട്രീയ പാർട്ടികളും അവിടെ പ്രതിഷേധ പ്രകടനം നടത്തിയത്. പക്ഷേ അവിടെ വലിയ പോലീസ് സന്നാഹം ഇല്ലാത്തത് കൊണ്ട് തന്നെ CPM പ്രവർത്തകരുമായിട്ട് ഒരു സംഘർഷം ഉണ്ടാവുകയും പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇരു രാഷ്ട്രീയ പാർട്ടികളിലെയും പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു സാഹചര്യം മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഫെബ്രുവരി 4 നടക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങ്, ആ ചടങ്ങിന് സംരക്ഷണം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഹൈക്കോടതിയിൽ പോയത്. അങ്ങനെയാണ് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത്. എന്തായാലും ഈ പുസ്തകത്തിന്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ ഉന്നയിച്ച ആരോപണങ്ങൾ അതിലെ തെളിവുകൾ സഹിതം നിരത്തുക കൂടാതെ തന്നെ എങ്ങനെയാണ് പാർട്ടി പയ്യന്നൂരിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്, അതിന് കാരണക്കാരൻ ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പ്രധാനമായും വിശദീകരിക്കുന്നത്. അതിൽ TI മധുസൂദനനെ പേരെടുത്ത് പലയിടത്തും നിശിതമായി തന്നെ വിമർശിക്കുന്നുണ്ട്. അദ്ദേഹം 2005 ശേഷം ഏരിയ സെക്രട്ടറിയായി വന്നതിന് ശേഷമാണ് അവിടെ വിഭാഗീയ പ്രവർത്തനം ശക്തമായി തുടങ്ങിയത്. അദ്ദേഹം താനാണ് നേതൃത്വം എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിനിങ് നടത്തിയിരുന്നു. അദ്ദേഹം ചില പാർട്ടി സഖാക്കൾക്ക് സഹകരണ ബാങ്കുകളിലും മറ്റും ജോലി തരപ്പെടുത്തി കൊടുക്കുമ്പോൾ അതിനെല്ലാം കാരണക്കാരൻ താനാണെന്ന തരത്തിൽ അദ്ദേഹം പ്രചാരണം നടത്തി. മാത്രമല്ല, എതിർക്കുന്നവരോട് മരണം വരെ പക വച്ച് പുലർത്തുന്ന ഒരാളാണ്, അങ്ങനെ ഒരു സമീപനമാണ് TI മധുസൂദനൻ പുലർത്തുന്നത് തുടങ്ങിയ ആരോപണങ്ങളാണ് ഈ പുസ്തകത്തിൽ വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിക്കുന്നത്. പാർട്ടിയും വല്ലാത്ത രീതിയിൽ, അതായത് തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ ശിക്ഷിക്കുന്ന രീതിയിലേക്ക് പാർട്ടിയും തരം താണു തുടങ്ങിയ കാര്യങ്ങളാണ്. പാർട്ടി ചങ്ങാത്ത മുതലാളിത്തത്തിനൊപ്പമാണ് പാർട്ടിയും സഞ്ചരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ആണ് ഈ പുസ്തകത്തിൽ വിമർശിക്കുന്നത്. അതിനിടെ ഈ കുഞ്ഞികൃഷ്ണനെ അനുകൂലിക്കുന്നവരുടെ എണ്ണവും ഈ പയ്യന്നൂരിൽ കൂടി വരുന്നു എന്നതിന്റെ ലക്ഷണമാണ് ഇന്ന് വീണ്ടും അദ്ദേഹത്തിന് അനുകൂലിച്ച് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസം ബ്രാഞ്ച് കമ്മിറ്റി യോഗങ്ങളും ലോക്കൽ കമ്മിറ്റി യോഗങ്ങളും ഒക്കെ ചേർന്നിരുന്നു. ഈ ജില്ലാ കമ്മിറ്റിയുടെ നടപടി വിശദീകരിക്കാൻ വിളിച്ചതാണ് ഈ യോഗങ്ങൾ. അതിൽ ഈ കൂർക്കര എന്ന് പറയുന്ന ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഇവിടെ 17 അംഗങ്ങളാണുള്ളത്. അതിൽ 12 അംഗങ്ങൾ അദ്ദേഹത്തിനെ പുറത്താക്കിയ നടപടിയിൽ വിയോജിച്ച് വിട്ടുനിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് CPMന്റെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള വിജീഷാണ് ഈ ബ്രാഞ്ച് കമ്മിറ്റി യോഗത്തിന് നേതൃത്വം നൽകേണ്ടത്. അദ്ദേഹം എത്തിയെങ്കിലും 5 അംഗങ്ങൾ മാത്രമാണ് ഈ ബ്രാഞ്ച് കമ്മിറ്റി യോഗത്തിൽ വന്നത്. അതുകൊണ്ട് തന്നെ കോറം തികയാത്തതുകൊണ്ട് ഈ ബ്രാഞ്ച് കമ്മിറ്റി യോഗം ചേരാനായില്ല. എന്തായാലും അണികൾക്കിടയിൽ, പ്രത്യേകിച്ച് കേഡർ പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾക്ക് പോലുള്ളവർക്ക്
പോലും ഈ പാർട്ടിയുടെ രീതിയോട് കടുത്ത അമർഷമുണ്ട്. അതിന്റെ തെളിവ് കൂടിയാണിത്. കുഞ്ഞികൃഷ്ണനെ അനുകൂലിക്കുന്നവരുടെ എണ്ണം കൂടുന്നു എന്നതിന്റെ ലക്ഷണം കൂടിയാണിത്. കാരണം അദ്ദേഹം പറയുന്നതിൽ വാസ്തവമുണ്ട് എന്നുള്ളത് പലർക്കും ബോധ്യപ്പെട്ടു തുടങ്ങി. കാരണം പാർട്ടിയുടെ ന്യായീകരണങ്ങളും വിശദീകരണങ്ങളും ഒന്നും പര്യാപ്തമല്ല. ഈ ഫണ്ട് എവിടെ, കട്ടോ അതോ എപ്പോഴും അക്കൗണ്ടിലുണ്ടോ തുടങ്ങിയ കണക്കുകൾ വിശദീകരിക്കണം എന്നുള്ള ആവശ്യം അത് പാർട്ടി എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളിലാണ് ഈ പ്രവർത്തകർക്ക് സംശയമുള്ളത്. അതാണ് ഒട്ടേറെ ആളുകൾ ഇപ്പോൾ പിന്തുണയുമായി വരുന്നുണ്ട്. അത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയും ആ പിന്തുണയുണ്ട് എന്നതൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിപിൻ സി വിജയൻ കൂടി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിപിൻ, വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളൊക്കെയുള്ള ഒരു പുസ്തകമാണ് പുറത്തു വരാൻ പോകുന്നത്. തനിക്ക് ആശങ്കയുണ്ട്, ഈ ചടങ്ങ് അലങ്കോലപ്പെടരുത് എന്നുള്ളതാണ് ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തു. എന്താണെന്ന് സംഭവിച്ചത് കോടതിയിൽ? അനുജ, വി കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് വളരെ നിർണായകമായിട്ടുള്ള ഒരു നീക്കം, അതായത് അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശനം ഫെബ്രുവരി 4-ാം തീയതി കണ്ണൂരിലാണ്. ആ ഒരു പരിപാടി അത് അലങ്കോലപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ച് അദ്ദേഹം ഹർജി നൽകി. അതായത് സംരക്ഷണം വേണം, ഈ പുസ്തക പ്രകാശന ചടങ്ങിന് പോലീസിന്റെ സംരക്ഷണം വേണം എന്നുള്ളതാണ് അദ്ദേഹം അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായും ഈ ഹർജിയിൽ പറയുന്നത് അതിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവർ ശക്തരാണ്. അതുകൊണ്ട് തന്നെ ഈ വെളിപ്പെടുത്തലൊക്കെ നടത്തിയതിന് ശേഷം അത് നമുക്ക് കാണാം എന്നുള്ള നിലയ്ക്ക് CPM നേതാക്കൾ ചില മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സംരക്ഷണം ഉറപ്പായും വേണം എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ ഈ വെളിപ്പെടുത്തലിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീടിന് മുൻപിലുള്ള പ്രകടനങ്ങൾ, പിന്നീട് പടക്കമെറിയുന്ന പോലുള്ള സംഭവങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകൾ കൂടി വെച്ചുകൊണ്ടാണ് ഈ ഹർജി നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇത് പരിഗണിച്ച ഹൈക്കോടതി ഈ പോലീസ് സംരക്ഷണം നൽകണം എന്നുള്ള ഉത്തരവാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ 4-ാം തീയതിത്തെ പരിപാടിയിലേക്ക് അതിന് തീർച്ചയായിട്ടും പോലീസിന്റെ സംരക്ഷണം ഉണ്ടാകും. ഒപ്പം തന്നെ അവിടെ CPM BJP ഉൾപ്പെടെയുള്ള അവർ ഇതിന് സംഘർഷം ഉണ്ടായിരുന്നു. ഇതുകൂടി അന്നത്തെ ദിവസം പ്രതിഫലിക്കുമോ എന്നുള്ള ഒരു ആശങ്ക കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സംരക്ഷണം നൽകാൻ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉത്തരവുണ്ടായിരിക്കുന്നത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.